ഈ സ്വീകരണ ചടങ്ങിൽ എത്തിച്ചേർന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ ടി ഇസ്മായിൽ സാബ്, KPCCയുടെ മുൻ സെക്രട്ടറി കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ഐ മൂസ, CV ബാലകൃഷ്ണൻ, ഇവിടെ സംസാരിച്ച ജാഥാംഗം നിജേഷ് നാറാത്ത് ഉൾപ്പെടെയുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, പോഷക സംഘടനയുടെ നേതാക്കൾ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഇന്നലെ കാസർഗോഡിലെ കാഞ്ഞങ്ങാട്ട് വെച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ച വിശ്വാസ സംരക്ഷണ യാത്രയുമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ, നിങ്ങളുടെ മുൻ MP, ജനാധിപത്യ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ K മുരളീധരൻ നയിക്കുന്ന ഉപനായകനായി കൽപ്പറ്റയുടെ MLA രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് T സിദ്ദീഖ് നയിക്കുന്ന അഡ്വക്കേറ്റ് PM നിയാസ് മാനേജരായിക്കൊണ്ടുള്ള ജാഥ ഏതാനും സമയങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുകയാണ്. തിരുവനന്തപുരത്ത് വെച്ച് UDFന്റെ കൺവീനർ അടൂർ പ്രകാശും പാലക്കാട്ട് നിന്ന് കൊടിക്കുന്നിൽ സുരേഷും നേതൃത്വം കൊടുക്കുന്ന യാത്ര ഇന്നലെ ആരംഭിച്ചു. ഇന്ന് മൂവാറ്റുപുഴയിൽ വെച്ച് ബെന്നി ബെഹനാൻ MP നേതൃത്വം കൊടുക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയും ആരംഭിച്ചിരിക്കുകയാണ്. 17-ാം തീയതി ഈ യാത്രകൾ ചെങ്ങന്നൂരിൽ സമാപിച്ച് 18-ാം തീയതി പന്തളത്ത് വലിയ സംഗമം നടക്കുകയാണ്. ഈ യാത്രകളുടെയും ഈ സംഗമങ്ങളുടെയും ഉദ്ദേശ ലക്ഷ്യത്തെക്കുറിച്ച് ഇവിടെ നിജേഷ് പറഞ്ഞു കഴിഞ്ഞു. ശബരിമല വിശ്വാസികളുടെ, പാവപ്പെട്ട ഭക്തരുടെ ഒരു ഹൃദയവികാരമാണ്. ഇവിടെ തകർന്നു വീണുകൊണ്ടിരിക്കുന്നത് അതാണ്. അതിനെ തകർക്കാൻ ആസൂത്രിതമായി കൊള്ളക്കാരുടെ വേഷം കെട്ടിക്കൊണ്ട് ഭരണകൂടം തന്നെ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ കേരളത്തിലെയും രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ശബരിമലയിലെ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നെഞ്ചിൽ തീ പടർത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഒട്ടനവധി കൊള്ള സംഘങ്ങൾ കൊള്ള നടത്തിയത് കേട്ടിട്ടുണ്ട്. ചേലേമ്പ്ര ബാങ്ക് കവർച്ചാ കേസ് നമ്മുടെ അടുത്ത പ്രദേശത്താണ്. P വിജയൻ IPSന്റെ നേതൃത്വത്തിൽ അന്ന് പോലീസ് സംഘം പോയി ആ കൊള്ളക്കാരെ കണ്ടുപിടിക്കുകയുണ്ടായി. എന്നാൽ അതൊരു കവർച്ചാ കേസാണ്. എന്നാൽ ശബരിമലയിൽ നടന്നിട്ടുള്ളത് വിജയ് മല്യ എന്ന് പറയുന്ന കിങ്ഫിഷറിന്റെ മുതലാളി നൽകിയ സ്വർണം എവിടെ നിന്നെങ്കിലും കളവ് പോയി എന്നുള്ളതല്ല പ്രശ്നം. നാം എല്ലാം ഇരുമുടി കെട്ടുമേന്തി വ്രതമനുഷ്ഠിച്ചുകൊണ്ട് വിശ്വാസികൾ പോകുന്ന ശബരിമലയുണ്ടല്ലോ, ആ ശബരിമല എന്ന് പറയുന്ന തത്വമസി എന്ന് പറയുന്ന നീയാണു ഞാൻ, ഞാനാണു നീ എന്ന് സന്ദേശം വിളിച്ചോതുന്ന, ലോകത്തിനു തന്നെ അത്ഭുതമായിട്ടുള്ള ആ ശബരിമല എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രത്തിന്റെ എല്ലാം കൊണ്ടുപോയിരിക്കുന്നു ഈ കാട്ടുകള്ളന്മാർ എന്നുള്ളത് കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇടഞ്ഞ നെഞ്ച് പിടരുകയാണ്. ശബരിമല ഒരു മതേതരത്വത്തിന്റെ സന്ദേശം വിളിച്ചോതുന്ന, എന്നാൽ തീർത്തും ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഒരു ക്ഷേത്രമാണ്. എന്നാൽ 18-ാം പടിക്ക് താഴെ വാവർ ഇരിക്കുന്നു. ആ വാവർ ഇരിക്കുന്ന അയ്യപ്പന്റെ ഏറ്റവും കൂട്ടാളിയായിട്ടുള്ള വാവർ ഒരു ഘട്ടത്തിൽ അയ്യപ്പനോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കുവാൻ തയ്യാറാണ്. അയ്യപ്പൻ പറഞ്ഞു, എന്റെ ശിഷ്യത്വം നീ സ്വീകരിക്കരുത്, മറിച്ച് എന്റെ പങ്കാളിയായി, കൂട്ടാളിയായി ഇനി നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെയാണ് കോട്ടയത്തെ എരുമേലിയിൽ 50 കിലോമീറ്റർ അപ്പുറത്ത് വാവരുടെ പള്ളി തന്നെ നിർമ്മിക്കാൻ പ്രിയപ്പെട്ട അയ്യപ്പൻ നിർദ്ദേശം നൽകിയത്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വാവർക്ക് എരുമേലിയിൽ പള്ളി നിർമ്മിച്ചു കൊടുക്കുന്നു. അറുത്തങ്കൽ പിതാവുമായിട്ടുള്ള അയ്യപ്പന്റെ ബന്ധം വിളിച്ചോതുന്നതാണ്.
അങ്ങ് ചേർത്തലയിലെ അറുത്തുങ്കൽ പള്ളി ക്രൈസ്തവ ദേവാലയം, അവിടെ രൂപതയുടെ കീഴിൽ നിന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ക്രൈസ്തവ ദേവാലയത്തിൽ പോയാണ് അയ്യപ്പ ഭക്തന്മാർ മടങ്ങുന്നത്. ഇതാണ് ശബരിമലയുടെ പ്രാധാന്യം. ഇത് ലോകത്തിന് അത്ഭുതമാണ്, ഇത് ലോകത്തിന് വിസ്മയമാണ്. ആ ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകർക്കാൻ ഒരു ഗവൺമെന്റ് ശ്രമിച്ചു. അതിന്റെ നായകൻ പിണറായി വിജയനാണ്. ആ പിണറായി വിജയൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതത്തിൽ നിന്ന് കരകയറാൻ അദ്ദേഹം, പ്രിയപ്പെട്ടവരെ, പമ്പയിലല്ല 1000 തവണ ഗംഗയിൽ മുങ്ങിയാലും പിണറായി വിജയന് രക്ഷപ്പെടാൻ കഴിയില്ല. അത്രമാത്രം അനീതിയല്ലേ, അത്രമാത്രം ആ തീർത്ഥാടന കേന്ദ്രത്തോട് കാണിച്ചിരിക്കുന്ന ഈ നടപടി അല്ലേ. പല സ്ത്രീകളെയും ഞങ്ങൾ കയറ്റും. അന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ ഒരു വേളയിൽ പറഞ്ഞു, ശബരിമലയിലല്ല, വേണ്ടി വന്നാൽ മുസ്ലിം പള്ളികളിലും ഞങ്ങൾ സ്ത്രീകളെ കയറ്റും എന്ന് പറഞ്ഞു. കയറാത്ത പള്ളികളുണ്ട്, കയറുന്ന പള്ളികളുണ്ട്. അയ്യപ്പന്റെ ക്ഷേത്രങ്ങൾ തന്നെ അല്ലേ ബാലകൃഷ്ണേട്ട, അയ്യപ്പന്റെ ക്ഷേത്രങ്ങളിൽ തന്നെ സ്ത്രീകൾ കയറുന്നുണ്ട്. എന്നാൽ ശബരിമലയിലെ ക്ഷേത്രത്തിലേക്ക് 10-നും 50-നും താഴെയുള്ള യുവതികൾ കയറരുത് എന്ന് പറഞ്ഞത് സ്ത്രീകൾ കയറരുത് എന്നല്ല. 10-നും 50-നും താഴെയുള്ള യുവതികൾ കയറരുത് എന്ന് പറഞ്ഞത് അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടാണ് അവിടെ കുടികൊള്ളുന്നത് എന്നുള്ളത് ആ ക്ഷേത്രത്തിന്റെ ആചാരമാണ്. ആ ക്ഷേത്രത്തിന്റെ ഒന്നാമനായിട്ടുള്ള തന്ത്രി എന്ന് പറയുന്ന മഹാമനുഷ്യനെ ഈ പിണറായി വിജയൻ ആ ഘട്ടത്തിൽ ആക്ഷേപിച്ചതെന്താ? അദ്ദേഹത്തിന്റെ ബ്രഹ്മചര്യത്തെ പോലും, അദ്ദേഹത്തിന്റെ ആത്മീയതയെ പോലും ചോദ്യം ചെയ്ത് പരസ്യമായി പ്രസംഗിച്ച പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, പ്രിയപ്പെട്ടവരെ, ശബരിമല എന്ന് പറയുന്ന പരിപാവനമായ ആ കേന്ദ്രത്തെ തകർക്കാൻ ശ്രമിച്ചില്ലേ? എന്നിട്ടിപ്പോ വേഷം കെട്ടി വരികയാ, എന്നിട്ട് പുതിയ വേഷങ്ങൾ കെട്ടി വരികയാ. ശബരിമലയിൽ 2019 പ്രിയപ്പെട്ടവരെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ നടക്കുന്നത്. എന്നാൽ ശബരിമലയിൽ 2019 കാലഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണ പോറ്റി എന്ന് പറയുന്ന മാളികപ്പുറം മേൽശാന്തിയുടെ കീഴ്ശാന്തിക്കാരനായി പ്രവർത്തിച്ച് പിന്നീട് അവിടെ നിന്ന് പല ക്രമക്കേടുകളും കാണിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് പുറത്താക്കപ്പെട്ട മേൽശാന്തിയുടെ കീഴ്ശാന്തിയായി സഹായിയായി മാളികപ്പുറത്ത് ജോലി ചെയ്തിരുന്നയാളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് പിടിച്ചു പുറത്താക്കിയ ആ മനുഷ്യനെ പിന്നെ എങ്ങനെ ശബരിമലയുടെ സ്വർണങ്ങൾ കൊണ്ടുപോകാൻ ചുമതലപ്പെടുത്തി? ഇവിടെ സ്വർണം പൂശിയതാണ് എന്നാണ് വരുത്താൻ ശ്രമിക്കുന്നത്. സ്വർണം പൂശിയതല്ല. 2019 രജിസ്റ്ററിൽ മൂരാരി ബാബു എന്ന് പറയുന്ന ശബരിമലയുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എഴുതി ചേർത്തിരിക്കുന്നത് ചെമ്പുപാളികളിൽ സ്വർണം പൂശിയതാണ്. എന്നാൽ ശബരിമലയിൽ വിജയ് മല്യ എന്ന് പറയുന്ന കിങ് ഫിഷറിന്റെ മുതലാളി അവിടെ 35 കിലോ സ്വർണം എവിടെ നിന്നാ കൊണ്ടുവന്നത് അറിയോ? സ്വിറ്റ്സർലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന തങ്കക്കട്ടികളാണ്. 24 ക്യാരറ്റ് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന തങ്കക്കട്ടികൾ തനിക്ക് ശബരിമലയിലെ ഭഗവാനിൽ ചാർത്താനുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അപേക്ഷ. ശബരിമലയിൽ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേകമായ ഹൈക്കോടതിയുടെ നിർദ്ദേശം വേണം. ഹൈക്കോടതിയുടെ കമ്മീഷണറായിട്ട് ഒരാൾ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 2018 ഹൈക്കോടതിയുടെ കമ്മീഷണറായി പ്രവർത്തിക്കുന്നത് മുൻ വിജിലൻസ് ജഡ്ജി കൂടിയായിരുന്ന മലപ്പുറത്ത് നിന്ന് ജഡ്ജിയായി വിരമിച്ച ബാലചന്ദ്രൻ എന്ന് പറയുന്ന മുൻ ജഡ്ജിയാണ്. ആ മുൻ ജഡ്ജി വെളിപ്പെടുത്തുന്നു, എന്റെ സാന്നിധ്യത്തിൽ, എന്റെ നിരീക്ഷണത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന 35 കിലോ തങ്കക്കട്ടികൾ ഈ സന്നിധാനത്തിന്റെ അവിടെ വെച്ച് സ്വർണപ്പാളികളാക്കി അത് ശബരിമലക്ക് അവിടെ ചാർത്തിയിട്ടുള്ളത്. ദ്വാരപാലക വിഗ്രഹത്തിലും കട്ടിളപ്പാളികളിലും വാതിലുകളിലും അത് പതിച്ചിട്ടുള്ളത്.
അതാണ് അടർത്തി എടുത്ത് ഈ കാട്ടുകള്ളന്മാർ കൊണ്ടുപോയത്. ഈ കാട്ടുകള്ളന്മാർ ഇപ്പോൾ 2019 അവിടെ ദേവസ്വം ബോർഡിന്റെ ചെയർമാനായിരുന്നയാൾ, അതിനു മുൻപ് ചെയർമാനായിരുന്ന ആളുകൾ, അവരിലേക്കൊക്കെ അന്വേഷണം പോവുകയാണ്. ആ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുമ്പോൾ CPIM-ന്റെ നേതാവ്, CPI-യുടെ നേതാക്കൾ ഉൾക്കൊള്ളുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഭരണസമിതിയുടെ പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ ആ പട്ടികയിലേക്ക് കടന്നു വരുന്നു. അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസിന്റെ പരിശോധനയിൽ 2 പരിശോധനകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിൽ പ്രിയപ്പെട്ടവരെ CPM-ന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അവരുൾപ്പെടെയുള്ളവർ അതിൽ പെടുന്നു. അവർ പറഞ്ഞത് സ്വർണ്ണപ്പാളികളല്ല എന്ന് അവർ പറഞ്ഞു. ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രശാന്തൻ ആവർത്തിക്കുന്നു, സ്വർണ്ണപ്പാളികളല്ല ചെമ്പു തവിടുകളാണ് എന്ന് പറയുമ്പോ 2018 അത് 98 ശബരിമലയിൽ ആ സ്വർണ്ണപ്പാളികൾ അവിടെ പതിക്കുന്നതിന് അനുമതി നൽകി. അതിന്റെ നിരീക്ഷകനായ കേരള ഹൈക്കോടതിയുടെ കമ്മീഷണർ മുൻ ജസ്റ്റിസ് ബാലചന്ദ്രൻ പറയുന്നു ഇത് സ്വർണ്ണപ്പാളികളാണ്, 35 കിലോ. ഇതാണ് അടിച്ചു കൊണ്ടുപോയത്. ബാക്കി അവശേഷിക്കുന്നത് കുറച്ചു മാത്രമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു, ഞാനിത് ഒരു സ്ത്രീയുടെ ഒരു യുവതിയുടെ വിവാഹമുണ്ട്, ഞാൻ അറിയുന്ന, അവർക്ക് സഹായമായിട്ട് കൊടുത്തോട്ടെ, നിങ്ങൾ നോക്കണം. ഇത് വിജയ് മല്യ കൊടുത്തത് മാത്രമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന മനുഷ്യനെ അവിടെ മാളികപ്പുറത്ത് നിന്ന് പുറത്താക്കിയതിനു ശേഷം അതിനുശേഷമാണ് വളർച്ച. അദ്ദേഹം പിന്നീട് പോകുന്നത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ ഹോട്ടൽ വ്യവസായം ആരംഭിക്കുന്നു. അവിടെ നിന്ന് ഒരുപാട് ആളുകൾ അവരെ പണക്കാരെ സ്വാധീനിച്ചുകൊണ്ട് ശബരിമലയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നു. അവിടെ നിന്ന് കെട്ടുകണക്കിന് സ്വർണ്ണാഭരണങ്ങൾ സ്വർണ്ണനിധിയായി ഈ മനുഷ്യന്റെ കൈകളിലേക്ക് കൊടുത്ത് ഇദ്ദേഹം സ്പോൺസർ ആവുന്നു. ഇതെല്ലാം കൊള്ളയടിച്ചിരിക്കുന്നു, ഒന്നുമില്ല. ഇനി ഭഗവാൻ അയ്യപ്പന്റെ പ്രതിഷ്ഠ മാത്രമാണ് അതിനുള്ളിലുള്ളത്. പ്രിയപ്പെട്ടവരെ, പ്രതിഷ്ഠ മാത്രമാണ് അതിനുള്ളിലുള്ളത്. ഇവിടെ ഈ നിൽക്കുന്ന ഭക്തജനങ്ങൾ മുഴുവൻ, ഇവിടെ കോൺഗ്രസുകാരുണ്ട്, ഇവിടെ CPM-കാരുണ്ട്, ഇവിടെ BJP-ക്കാരുണ്ട്, ഇവിടെ ക്ഷേത്രത്തിൽ പോകുന്നവരും അതിനപ്പുറത്തുള്ള ആളുകളുമുണ്ട്, അതിനെ നോക്കിക്കാണുന്ന വിശ്വാസികളുണ്ട്. ഇവരുടെയൊക്കെ നെഞ്ചിടം, ഇവരുടെയൊക്കെ മനസ്സ്, പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ കേരളത്തിൽ ഈ പിണറായി വിജയന്റെ സർക്കാർ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്? ഇതൊരു കൊള്ളസംഘമാണോ? കൊള്ളസംഘമാണ്. ഇവർ കൊള്ളയടിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. തൊട്ടപ്പുറത്ത് പരിശോധനയിൽ ഇപ്പോ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്കും കൈവച്ചിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ഇവർക്ക് ഇതൊരു ഏർപ്പാടായി മാറിയിരിക്കുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയും നിധികുംഭം കാത്തു കഴിയുകയായിരുന്നു. അപ്പുറത്ത് കടലിൽ നിന്നുള്ള ജലസമ്മർദ്ദം ഉള്ളത് കൊണ്ട് അങ്ങോട്ട് നുഴഞ്ഞു കയറാൻ പറ്റാത്തത് കൊണ്ട് അവിടെ അതുണ്ട്. ബാക്കിയെല്ലാം കൊള്ളയടിക്കുകയാണ്. ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കുന്നതിന് വേണ്ടി അവർ നടത്തിയ ശ്രമങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞില്ലേ? ഒട്ടനവധി വേദികൾ ആ ഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ് C മോയിൻകുട്ടി സാഹബ് പങ്കെടുത്ത ഒരു ചടങ്ങിൽ വെച്ച് അദ്ദേഹം ശബരിമലയുടെ പ്രാധാന്യത്തെ കുറിച്ച് അവിടെ സംസാരിക്കുന്നതിൽ ഞാനും കേട്ടിട്ടുണ്ട്. ആ വേദിയിൽ പങ്കാളിയായ ഞാൻ, അദ്ദേഹം പറഞ്ഞത്, അന്ന് UDF ഗവൺമെന്റ് ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ പ്രത്യേക പാക്കേജ് തയ്യാറാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഉൾപ്പെടെയുള്ളവരെ അവിടേക്ക് നിയോഗിച്ചു. അദ്ദേഹം ആ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. 18-ാം പടി കയറിയിട്ടല്ല, അപ്പുറത്തുകൂടെ തന്ത്രിയുടെ മുറിയിൽ കയറി അവിടെ നിന്ന് തന്ത്രിയിൽ നിന്ന് പ്രസാദം ഏറ്റുവാങ്ങി അത് കഴിച്ച ആ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ അദ്ദേഹത്തെ പോലെയുള്ള മഹാരഥന്മാർ പറയുന്നത് ആവേശപൂർവ്വം കേൾക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ഈ ശബരിമല ലോകത്തിന് മാതൃകയല്ലേ? പിന്നെ എന്തിനാണ് പിണറായി വിജയൻ ഈ കേരളം ഭരിക്കുമ്പോ ഇവിടെ ഈ ശബരിമലയിലേക്ക് യുവതീ പ്രവേശനത്തിന്റെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ കേരളത്തിൽ ഈ പ്രശ്നമുണ്ടാക്കിയത്? അന്ന് എന്തായാലും സ്ത്രീകളെ കയറ്റും എന്നാ പറഞ്ഞത്. 2016 നാം അധികാരം വിടുന്നതിന് മുൻപ്
അതിനു മുൻപ് 2011 വരെ കേരളം ഭരിച്ച VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് നൽകിയ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം, ആ സത്യവാങ്മൂലം പിൻവലിച്ചുകൊണ്ട് 2015 ഉമ്മൻചാണ്ടിയുടെ സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന നിലപാടായിരിക്കണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകേണ്ടത് എന്നാണ്. എന്നാൽ ആ സത്യവാങ്മൂലം പിണറായി വിജയന്റെ സർക്കാർ പിൻവലിച്ചിട്ട് പറഞ്ഞത് യുവതീ പ്രവേശനം സാധ്യമാക്കുന്ന ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകണമെന്നാണ്. അതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പമ്പയുടെ തീരത്ത് നിങ്ങൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുൻപ് നിങ്ങൾ സമർപ്പിച്ച ആ സത്യവാങ്മൂലം പിൻവലിക്ക്. 2019 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അവിടെ ആ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചപ്പോ, അയ്യപ്പ സംഗമവുമായി വിശ്വാസികൾ തെരുവിലിറങ്ങിയപ്പോ ആ വിശ്വാസികളുടെ പേരിൽ നിങ്ങളെടുത്ത കേസുകൾ പിൻവലിക്ക്. ഇവിടെയുള്ള ഈ കേരള ജനതയോട് നിങ്ങൾ മാപ്പ് പറയേ, എന്നിട്ട് നടത്തിയാൽ മതി അയ്യപ്പ സംഗമം എന്നാണ് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പക്ഷെ പിണറായി വിജയൻ അതൊന്നും കാത്തുക്കാൻ സമയമില്ല. കാരണം പിണറായി വിജയൻ അത് നടത്തിയ സാഹചര്യത്തിലാണ് ഇതെല്ലാം പുറത്തു വന്നത്. അവിടെ പിണറായി വിജയന്റെ ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹം ഈ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ നമുക്ക് കാണാം. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ നമുക്കറിയാം, രണ്ടാമത് സർക്കാർ ആരംഭിച്ചപ്പോ ഈ ഗവൺമെന്റ് വന്നപ്പോ 48 ലക്ഷം രൂപ നമ്മുടെ പൊതുപണം ഉപയോഗിച്ചുകൊണ്ടാണ് പിണറായി വിജയന്റെ സർക്കാർ അവിടെ അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസിൽ ആല പണിതത്. എന്തിനാ? ഗോശാല പണിതത്. നമ്മളൊക്കെ വിചാരിച്ചു, എന്താ പിണറായി വിജയന് എന്താണ് ഈ ഗോശാലയോട് ഇത്ര താല്പര്യം? അങ്ങനെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ലല്ലോ. അപ്പോ ഇത് പറഞ്ഞു കൊടുത്തത് അങ്ങ് പയ്യന്നൂരിലെ മാധവ പൊതുവാൾ എന്ന് പറയുന്ന ജ്യോത്സ്യനാണ് എന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുക. ഇത് പുറത്തു വന്നത് എങ്ങനെയാണ്? CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ P. ജയരാജൻ ആ യോഗത്തിൽ ചോദിച്ചു, എന്തിനാണ് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ ഈ പൊതുവാളിനെ കാണാൻ പോകുന്നത്? ഇതൊന്നും നമ്മുടെ ഏർപ്പാടല്ലല്ലോ. പിണറായി വിജയൻ കണ്ണുരുട്ടിയപ്പോൾ മൂപ്പര് നിർത്തി. അപ്പോഴാണ് പുറത്തു വന്നത്, എന്തിനാ? പിണറായി വിജയന് വേണ്ടിയാണ് ഗോവിന്ദൻ മാസ്റ്റർ ഈ മാധവ പൊതുവാൾ എന്ന് പറയുന്ന ജോത്സ്യനെ കാണാൻ പോയത് രണ്ടാം തവണ. ആദ്യ തവണ പോയപ്പോ പറഞ്ഞ്, നിങ്ങൾ തൽക്കാലം എന്തിനാ പോയത്? പിണറായി വിജയൻ ഉറക്കം കിട്ടുന്നില്ല. ശബരിമലയിൽ കനകദുർഗയെയും ബിന്ദുവിനെയും ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള രഹിന ഫാത്തിമയെയും IPS ഓഫീസർ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ശബരിമലയുടെ 18-ാം പടി ചവിട്ടി ആ പവിത്രതയെ തകർക്കാൻ, ആ ആചാരങ്ങൾ ലംഘിക്കാൻ ഒരു സർക്കാർ സംവിധാനം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ആക്ടിവിസ്റ്റുകളെ ആ സന്നിധാനത്ത് കയറ്റിയെത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇവിടെയുള്ള ഭക്തരുടെ കണ്ണീരുകൾ ഒഴുകുകയായിരുന്നു. ആ കണ്ണീർ ചാലുകളിൽ നിന്ന് പിണറായി വിജയന് രക്ഷപ്പെടാൻ കഴിയോ? അതിനുശേഷം പിണറായി വിജയന് രക്ഷയില്ല. എന്നാലോ രഹിന ഫാത്തിമയെ രാത്രി 2 മണിക്കാ രഹിന ഫാത്തിമയുടെ തലയിൽ ഇരുമുടിക്കെട്ട്, പോലീസുകാരൊരു 19 പോലീസുകാര്, ശ്രീജിത്ത് എന്ന് പറയുന്ന IPS കമ്മീഷണർ ഒപ്പം. എന്നിട്ട് രാത്രി 2 മണിക്ക് കൊണ്ടുപോയി ശബരിമലയുടെ 18-ാം പടി കയറ്റി തൊഴിപ്പിക്കുക. ആര്? മറൈൻ ഡ്രൈവിലും കോഴിക്കോട് ബീച്ചിലും ചുംബന സമരത്തിന് നേതൃത്വം കൊടുത്ത ആക്ടിവിസ്റ്റ് രഹിന ഫാത്തിമയെ ശബരിമലയിൽ കൊണ്ടുപോയി തൊഴുത് വലിയ വിവാദമായി, വലിയ പ്രശ്നങ്ങളായി. 2ാമത് ദിവസം ശ്രീജിത്ത് എന്ന് പറയുന്ന കമ്മീഷണർ രാവിലെ തന്നെ ശബരിമലയിൽ എത്തുന്നു. നമ്മുടെ വിശ്വാസ സംരക്ഷണ യാത്രയുമായി ബഹുമാനപ്പെട്ട K. മുരളീധരനും നേതാക്കളും പൂനൂർ വിട്ട് ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങളുമായിട്ടുള്ളവർ അവിടേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി അവിടേക്ക് എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിക്കുന്നു, നേരത്തെ നാണുമാഷ് പറഞ്ഞതുപോലെ. അപ്പോ 18-ാം പടിയില് 2ാമത് ദിവസം ഒരു മനുഷ്യൻ ചെന്ന് കരയുക. ആരാ? ശ്രീജിത്ത് IPS കൈകൂപ്പി പൊട്ടി കരയുന്നു അയ്യപ്പന്റെ മുന്നിൽ. കാരണം ഇയാളെ കൊണ്ട്
ഈ വൃത്തികേടുകളെല്ലാം ചെയ്യിച്ച് ആ അയ്യപ്പന്റെ മുന്നിൽ കരയുന്ന ശ്രീജിത്ത് IPS അന്ന് തുടങ്ങിയതാ. എന്താച്ചുണ്ടോ, പോലീസിലെ സുപ്രധാനമായ ഒരു പദവികളും അദ്ദേഹം ഏറ്റെടുക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് അതിനുള്ള കരുത്തുന്നില്ല, എനിക്ക് അവസരം തരണം. ഇപ്പൊ വെള്ളമുണ്ടും വെള്ള ഷാളും ധരിച്ച് എല്ലാ അയ്യപ്പ സന്നിധികളിലും പോയി ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ശ്രീജിത്ത് IPS എന്ന് പറയുന്ന മനുഷ്യൻ ഭക്തി പ്രഭാഷണം നടത്തുക. ശ്രീജിത്ത് IPS, പിണറായി വിജയനും പ്രിയപ്പെട്ടവരെ അയ്യപ്പനെ തൊട്ടു കളിച്ചപ്പോ പിണറായി വിജയന്റെ ഉറക്കവും കെടുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ രാജ്യത്ത്, ഈ കേരളത്തിൽ നമ്മൾ സംഭവിച്ചു കണ്ടുകൊണ്ടിരിക്കുന്നത്. കട്ടുകൊണ്ടുപോയത് മുഴുവൻ കള്ളന്മാർ, ഇവിടുത്തെ മന്ത്രിമാർ, ദേവസ്വം വകുപ്പ് മന്ത്രിമാർ, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാർ, ദേവസ്വം ബോർഡിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിമാരുൾപ്പെടെയുള്ള ഒരു പോറ്റിയൊരു മനുഷ്യൻ, അതുപോലെയൊക്കെയുള്ള വലിയ കൊള്ള സംഘങ്ങൾ. ആ കൊള്ള സംഘങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ കേരളത്തിൽ ഇതിന് നേതൃത്വം കൊടുത്തതെങ്കിൽ ഈ കൊള്ളകളൊക്കെ നടന്ന കാലഘട്ടത്തിലാണ് ആചാരാനുഷ്ഠാനങ്ങൾ തകർത്തുകൊണ്ട് അതിന്റെ ശ്രദ്ധയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയത് 2019. അതേ സമയത്താണ് ഇവിടെ 2019 ഈ ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നത്, അല്ലേ? ഇപ്പോ എന്നിട്ട് ഇവിടെ നാറാത്ത് സൂചിപ്പിച്ചു, അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം. കേരളത്തിൽ മുഴുവൻ വലിയ ഓഡിങ്സാ. പിണറായി വിജയന്റെയും വാസവന്റെയും അയ്യപ്പന്റെ ഒരു ചെറിയ ചിത്രവും പമ്പയാറിന്റെ തീരത്ത് അവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്തുക. ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുൻപ് മാധവ പൊതുവാൾ പറഞ്ഞതുപോലെ വീട്ടിനകത്ത് 48 ലക്ഷം രൂപ ചെലവഴിച്ച് ഗോശാല പണിതിട്ടും ആ ഗോമാതാവിന് രാവിലെ ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങുമ്പോ അതിന്റെ പിറകുവശം കണ്ടിറങ്ങിയിട്ടും പിണറായി വിജയന് പ്രശ്നം തീരുന്നില്ല. പിന്നീടാണ് മകൾ 1,74,00,000 രൂപയിൽ SFIO എന്ന് പറയുന്ന CBIയുടെ SFIO അന്വേഷണ വിഭാഗം കരിമണൽ കർത്തയിൽ നിന്ന് പിണറായി വിജയന്റെ മകൾ കോഴ വാങ്ങിയത് അക്കൗണ്ടിൽ പിടിക്കപ്പെടുന്നത് 2023 ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവേക് കിരൺ എന്ന് പറയുന്ന പ്രിയപ്പെട്ട തന്റെ ഓമന മകന്, പിണറായി വിജയന്റെ പുത്രന് ലൈഫ് മിഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശിവശങ്കരന് നോട്ടീസ് അയച്ച അതേ ദിനത്തിൽ ഈ വിവേക് കിരണിനും നോട്ടീസ് അയക്കുന്നത് 2023 പിണറായി വിജയന് 48 തവണ SNC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI കോടതി കേസ് ഇങ്ങനെ തുടർച്ചയായി മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് മരുമകൻ മുഹമ്മദ് റിയാസ് എല്ലാം തൊട്ടതിലെല്ലാം തന്നെ നക്കി പോകുന്ന ഇവർക്കുണ്ടല്ലോ, ഇവർ മൊത്തം ജയിലിലേക്ക് പോകുന്ന ആ ദിനങ്ങളെണ്ണി പിണറായി വിജയൻ കിടന്നുറങ്ങുമ്പോ ഉറക്കം കിട്ടുന്നില്ല. അങ്ങനെയാണ് വീണ്ടും പോയത് മാധവ പൊതുവാളിന്റെ അടുത്ത്. അങ്ങനെ പറഞ്ഞിട്ടാണ് ശബരിമലയിൽ പ്രിയപ്പെട്ടവരെ പമ്പയാറിന്റെ തീരത്ത് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. എത്ര രാജ്യങ്ങളിൽ നിന്ന് വരുമെന്നാ പറഞ്ഞത്? 40-ലധികം വരുന്ന രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വരും. ഒന്നും വന്നില്ല, ഒരാളും വന്നില്ല. ഓൺലൈനിൽ 4000-ലധികം വരുന്ന അപേക്ഷകരുണ്ട് എന്നാ പറഞ്ഞത്. ആകെ പങ്കെടുത്തത് 634 ആളുകൾ. വേറെ ആളുകൾ അന്നും വന്നില്ല. കസേര എങ്ങനെ ഒഴിഞ്ഞു കിടക്കുക. ഇവിടെയുള്ള ദൃശ്യമാധ്യമങ്ങൾ മുഴുവൻ അത് എടുത്തു കാണിക്കുക. അപ്പോ ഗോവിന്ദ മാസ്റ്ററോട് ചോദിച്ചു, അല്ല മാഷേ, ഇതാ ഇവിടെ ഈ കസേരയൊക്കെ ഒഴിഞ്ഞു കിടക്കില്ല, എവിടെ പോയി? അതൊക്കെ നിങ്ങൾ AI സംവിധാനം ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നതാണ്. AI സംവിധാനം, ഇതൊന്നും യഥാർത്ഥ്യമല്ല എന്ന്. പങ്കെടുത്തത് 600-ലധികം വരുന്ന ആളുകൾ മാത്രം. അപേക്ഷിച്ചത് 4000-ഓളം വരുന്ന ആളുകൾ. ആ ആഗോള അയ്യപ്പ സംഗമവും ചീറ്റിപ്പോയി, പൊളിഞ്ഞുപോയി. പക്ഷെ വേദി നന്നായിട്ട് നടന്നു. വേദി നേരത്തെ നിജേഷ് നാരായണത്ത് സൂചിപ്പിച്ചില്ലേ, SNDP പ്രസ്ഥാനം ഈ കേരളത്തിന്റെ നവോത്ഥാന പോരാട്ടത്തിൽ ശ്രീനാരായണ ഗുരു മഹാദേവൻ വഹിച്ച പങ്ക് പ്രിയപ്പെട്ടവരെ നാം ആവേശത്തോടു കൂടിയാണ് അതിനെ ചേർത്തു പിടിക്കുന്നത്. ശ്രീനാരായണ ഗുരു മഹാദേവന്റെ ദർശനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവേശത്തോടു കൂടിയാണ്, ആദരവോടുകൂടിയാണ് ആ ദർശനങ്ങളെ നമ്മൾ നോക്കിക്കാണുന്നത്. മന്നത്തു പത്മനാഭൻ നേതൃത്വം കൊടുത്ത NSS ഈ സംസ്ഥാനത്ത് നടത്തിയ ആ നവോത്ഥാന പോരാട്ടത്തെ നമ്മൾ നോക്കിക്കാണുന്നതും
നമ്മൾ ചേർത്ത് പിടിക്കുന്നതും ആരാധനയോടുകൂടിയാണ്. ആ മഹാമത നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനങ്ങൾ ഇന്നും നാം ആദരവോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. പക്ഷേ SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നമ്മുടെ ജാഥയെ സ്വീകരിക്കാൻ പ്രവർത്തകർ അവിടേക്ക് എത്തിച്ചേരണമെന്ന് നേതാക്കൾ അറിയിച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ടൗൺ ഹാളിന്റെ തൊട്ടപ്പുറത്ത് ടൗൺ ഹാളിന് പരിസരത്തേക്ക്. അപ്പോ നിങ്ങൾ നോക്കൂ, ആ പ്രസ്ഥാനത്തിന്റെ നായകനാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തെ നമ്മൾ പരസ്യമായി വിമർശിക്കുന്നൊന്നുമില്ല. പക്ഷേ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രസ്താവനകളും മലപ്പുറത്തെ ജനസംഖ്യ വർദ്ധിക്കുന്നതിൽ അദ്ദേഹത്തിന് എന്തിനാ ഈ ആശങ്ക? അദ്ദേഹത്തിന്റെ സമുദായ അംഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ആളല്ലേ? എല്ലാ സമുദായങ്ങളും എല്ലാ മതങ്ങളും ആ മതവിശ്വാസങ്ങളും ഒരുമിച്ച് പോകണം, ഒന്നായി നിലനിൽക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ഉള്ളിയേരി വിട്ടിട്ടുണ്ട്, എല്ലാ പ്രവർത്തകരും അവിടേക്ക് കടന്നു പോകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോ ആ SNDP പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ താമസിക്കുന്ന കാറിന്റെ മുൻപിൽ ടൗൺ ഹാളിന്റെ പരിസരത്തേക്ക് മുഴുവൻ പ്രവർത്തകരും എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ മുഖ്യമന്ത്രി പമ്പയാറിന്റെ തീരത്ത് പരിപാടിക്ക് വരുമ്പോ ആ കേരളത്തിന്റെ 1-ാം നമ്പർ സ്റ്റേറ്റ് കാറും അതുപോലെ പോലീസ് പടയും ആംബുലൻസും ഫയർ സർവീസും ഒക്കെ ഒരു ഹോട്ടലിന്റെ മുന്നിൽ മുഖ്യമന്ത്രിയുടെ കാർ നിർത്തുന്നതോടുകൂടി അവിടെ നിർത്തുക. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മനുഷ്യനെ കാത്തു നിൽക്കുകയാ. ആരെയാ കാത്തു നിൽക്കുന്നത്? ആ കാറിന്റെ അടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞപ്പോ എത്തിച്ചേരുന്നത് SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാ. ആ വെള്ളാപ്പള്ളി നടേശൻ ആ കാറിൽ കയറുന്നു. ആ 400 മീറ്റർ കഴിഞ്ഞ് പമ്പയാറിന്റെ തീരത്ത് സംഗമ പന്തലിലേക്ക് കയറി, സമ്മേളന വേദിയിലേക്ക് ഇവർ ഒരുമിച്ച് കയറിക്കൊണ്ട് അവിടെ ചടങ്ങ് ആരംഭിക്കുന്നു. ചടങ്ങ് ആരംഭിക്കുമ്പോൾ തന്നെ പ്രശാന്തൻ എന്ന് പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അവിടെ അധ്യക്ഷ പ്രസംഗം നടത്തി. പിന്നെ ഒരു ഒറ്റ ശരണം വിളിയ. പണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു. അപ്പൊക്കെ കുറച്ചല്ലേ പോയി. അവിടെ വെച്ച് പ്രശാന്ത് എല്ലാവരെയും സ്വാഗതം പറഞ്ഞിട്ട് അവിടെ നിന്ന് സ്വാമിയെ ശരണമയ്യപ്പ. നോക്കണം, നിങ്ങൾ മുട്ടി ചുരുട്ടി വിളിക്കുക. തെറ്റുപറ്റി പോയി. കാരണം ഇവരെ കൂടത്ത് കൂടിയാൽ എങ്ങനെയാ? ഇവരേതാ പാർട്ടി? ഇപ്പൊ പിണറായി വിജയന്റെ പാർട്ടി പണ്ട് പാലക്കാട് പ്ലീനം, എനിക്ക് ബാലശേഖരനൊക്കെ ക്ലാസ് എടുത്തു വരുമ്പോ പ്ലീനത്തെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. പാലക്കാട് പ്ലീനം CPM ചേർന്നപ്പോ ഒരു നയരൂപരേഖ ഇറക്കി. ആ നയരൂപരേഖ സഖാക്കൾക്ക് താഴെ തട്ടിലേക്ക് കൊടുത്തു. എന്താ പാർട്ടി പറഞ്ഞത്? അവിടെയാണ് സ്വരാജ് പ്രസംഗിച്ചത്. VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകും എന്ന് പറഞ്ഞ പാലക്കാട് സമ്മേളനത്തിലെ നയരൂപരേഖയിൽ പറഞ്ഞത് എന്താ? സഖാക്കളുടെ വീട്ടിൽ ഗണപതി ഹോമം നടത്താൻ പാടില്ല. സഖാക്കൾ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന്റെ കർശനമായ നടപടികൾ ഉണ്ടാകും. അതിറക്കിയ പിണറായി വിജയൻ ശബരിമലയുടെ തീരത്ത്, ഈ പമ്പയാറിന്റെ തീരത്ത് ആഗോള അയ്യപ്പ സംഗമത്ത് പറയുക. എന്താ പാടുന്നത്? ഏതാണ് അവിടെ ഉദ്ഘോഷിക്കുന്നത്? ഭഗവത്ഗീതയുടെ വചനങ്ങൾ. നോക്കണം നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് മൂപ്പര് പറയാ, കല്ലും മുള്ളും കാലുക്കു കുത്ത. നോക്കിക്കള്, കല്ലും മുള്ളും കാലുക്കു കുത്ത. ഇതറിയാത്തത് ഇതെന്ന് എങ്ങനെയോ ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത് പെട്ടെന്ന് ഒരു പരിചയം ഇല്ലാത്തതാണല്ലോ ഈ വെപ്രാളം കൊണ്ട് പറഞ്ഞു പോകുക. നമ്മളൊക്കെ നീലിമലയും കരിമലയും ഒക്കെ ചവിട്ടി കയറുമ്പോൾ നമ്മൾ പറയാറുണ്ട് അല്ലേ, കല്ലും മുള്ളും കാലുക്കും മെത്തയായി മാറുകയാണ്. കാലുക്കും മെത്തയായി മാറുകയാണ് സന്നിധാനത്തേക്ക് ഭക്തർ കടന്നു പോകുമ്പോ. പിണറായി വിജയൻ പമ്പയാറിന്റെ തീരത്തെത്തിയപ്പോ തന്നെ കല്ലും മുള്ളും കാലുക്കു കുത്തയാ. നോക്കണം. എന്നിട്ട് അവിടെ നിന്ന് ഇവിടെ പറഞ്ഞല്ലോ, എത്ര മുഖ്യമന്ത്രിമാരുണ്ട് സഖാക്കളെ. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയാണ് തൊട്ടടുത്ത സംസ്ഥാനത്തെ NK സ്റ്റാലിൻ എന്നാണല്ലോ പറയാറുള്ളത്. എന്തേ നിങ്ങൾക്ക് ആ സ്റ്റാലിനെ കൊണ്ടുള്ള ഒരു സന്ദേശം?
സ്റ്റാലിന്റെ പാർട്ടിക്കാരനായ മന്ത്രി അവിടെ വന്നിട്ടുണ്ട്. സ്റ്റാലിന്റെ പാർട്ടിയിലെ മന്ത്രി അവിടെ വന്നിട്ടുണ്ട്. ആ മുഖ്യമന്ത്രിയുടെ സന്ദേശം ആ വേദിയിൽ അദ്ദേഹത്തെ കൊണ്ട് വായിച്ചോ? ഡിവൈഎഫ്ഐക്കാരാ, കമ്മ്യൂണിസ്റ്റുകാരാ, നിന്റെ പാർട്ടിയുടെ നയം വ്യതിയാനം സംഭവിച്ചോ? മറുപടി പറ. അവിടെ നിങ്ങൾ വായിച്ചത് സംഘ് പരിവാർ, ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിഷജീവിയായിട്ടുള്ള ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം. സഖാക്കളെ, നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ മന്ത്രി, സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി CN വാസവൻ ആ വേദിയിൽ വായിക്കുക യോഗി ആദിത്യനാഥിന്റെ. നോക്കണം നിങ്ങൾ, എന്തു മാറ്റാ നിങ്ങൾക്കുള്ളത്? എവിടെ എത്തിയിരിക്കുന്നു നിങ്ങൾ? ഈ മാറ്റം എങ്ങനെ സംഭവിച്ചു? എങ്ങനെയെങ്കിലും പിണറായി വിജയന് പിടിച്ചു നിൽക്കണം. അതിനുവേണ്ടി എന്ത് വൃത്തികേടുകളും ചെയ്യുന്ന ഒരു ഭരണകൂടത്തിന്റെ തലവനായി CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയൻ മാറിയിരിക്കുക. നോക്കണം. അത് കഴിഞ്ഞ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗ. വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗിച്ചുകൊണ്ട്, ഇതാ കണ്ടില്ലേ, ഈ മുഖ്യമന്ത്രി, ഈ പിണറായി വിജയൻ ഇരട്ട ഭക്തനായി മാറിയിരിക്കുന്നു. നോക്കണം, എല്ലാവരും ഒറ്റ ഭക്തനാണ്, മൂപ്പര് ഇരട്ട ഭക്തനായി മാറിയിരിക്കുന്നു. കാരണം അതിന് സമർത്ഥിക്കാൻ ഒരു കാരണവും കൂടി പറഞ്ഞു. അവിടെ വന്ന ആളുകൾക്കൊക്കെ നമ്മൾ ചടങ്ങിൽ ഉപഹാരം കൊടുക്കല്ലോ. അപ്പൊ അവിടെ വന്നവർക്ക് മുഴുവൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉപഹാരം തയ്യാറാക്കിയിട്ടുണ്ട്. അത് കോയമ്പത്തൂരിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്നതാ. അയ്യപ്പന്റെ അതേ രൂപത്തിലുള്ള, എങ്ങനെയാണോ സന്നിധാനത്ത് അയ്യപ്പൻ ഇരിക്കുന്നത് അതുപോലെയുള്ള രൂപത്തിലുള്ള ആ പ്രതിഷ്ഠയ്ക്ക് തുല്യമായിട്ടുള്ള, ബിംബത്തിന് തുല്യമായിട്ടുള്ള ഉപഹാരം ഉണ്ടാക്കി കൊടുത്തു. എല്ലാവർക്കും ഓരോന്ന് കൊടുത്തു. അപ്പൊ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് പിണറായി വിജയൻ മാത്രം 2 എണ്ണം വാങ്ങിയെന്ന. ഒന്നല്ല, മൂപ്പര് 2 എണ്ണം വാങ്ങി. ഭക്തി ഇങ്ങനെ മൂത്തിട്ടേ. മാധവ് പൊതുവാള് പറഞ്ഞതുപോലെ ഈ പാപകർമ്മങ്ങളെല്ലാം, ഈ പാപത്തിന് പരിഹാരം ചെയ്യാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടും പിണറായി വിജയനെ വിട്ട് അയ്യപ്പൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ. തൊട്ടു പിറ്റേ ദിവസം സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ ഈ കള്ളസംഘത്തിന്റെ, ഈ കൊള്ളക്കാരുടെ നടപടികളെ ഇന്ന് തെരുവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഭരണം ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം ഈ സർക്കാർ കൈക്കൊണ്ട നടപടികൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണോ? ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ വിശ്വാസ സംരക്ഷണ യാത്രയുമായി ഞങ്ങൾ ഇവിടെ ജനങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഈ ഹൈന്ദവാചാര പ്രകാരമുള്ള മതേതരത്വത്തിന്റെ എല്ലാ ജ്വലിച്ചു നിൽക്കുന്ന ഈ ലോകത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രത്തിന്റെ വിശ്വാസം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ കേരളത്തിൽ, ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മതവിശ്വാസികളുടെയും വിശ്വാസം സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഗാസയുടെ അക്രമം, പലസ്തീനിന്റെ മണ്ണിൽ ഇസ്രായേലിന്റെ അക്രമം നടക്കുമ്പോഴും, മണിപ്പൂരിന്റെ മണ്ണിൽ സംഘപരിവാറുകൾ അഴിഞ്ഞാടി ക്രൈസ്തവ ദേവാലയങ്ങൾ തച്ചു തകർത്തപ്പോഴും ഞങ്ങൾ ആ ജനതയോടൊപ്പമാണ്, ആ വിശ്വാസികളോടൊപ്പമാണ്. ഞാൻ ഓർക്കുന്നു, ലീഡർ ശ്രീ K. കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് കേരളത്തിൽ ഒരു പുസ്തകം രചിച്ചുകൊണ്ട് അതിന്റെ നാടകവുമായിട്ട് ഒരു സംഘം രംഗത്തിറങ്ങി. ആ നാടകം കേരളത്തിലെ എല്ലാ വേദികളിലും അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു. ആ നാടകത്തിന്റെ പേര് ക്രിസ്തുവിന്റെ 6ാം തിരുമുറിവ് എന്നായിരുന്നു. ക്രിസ്തുദേവനെ തെരുവിലിട്ട് മോശമാക്കി ചിത്രീകരിക്കുന്ന ആ നാടകം കേരളത്തിൽ നിരോധിക്കണമെന്ന് വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ആവശ്യം ഉയർന്നു വന്നു. ലീഡർ ശ്രീ K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആ ഘട്ടത്തിൽ കോഴിക്കോട് മുതലക്കുളത്ത് ആ നാടകം അവതരിപ്പിക്കുവാൻ ഈ സംഘം വന്നപ്പോ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ആ നാടകം നിരോധിച്ച് ഉത്തരവിറക്കിയ ഗവൺമെന്റ്, ക്രൈസ്തവ വിശ്വാസികളോടൊപ്പം നിന്ന ഗവൺമെന്റ്, അത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന, UDF നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ആയിരുന്നു. ഞങ്ങളെന്ന വിശ്വാസികളോടൊപ്പമാണ് നിന്നിട്ടുള്ളത്. ആ വിശ്വാസം സംരക്ഷിക്കപ്പെടണം, ആ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതാണ് ഞങ്ങളുടെ നിലപാട്. അന്ന് സഖാക്കൾ ചെയ്തത് എന്താ?
അന്ന് സഖാക്കൾ ചെയ്തത്, പ്രിയപ്പെട്ടവരെ, സഫ്തർ ഹാഷ്മി എന്ന് പറയുന്ന നാടക പ്രവർത്തകനെ കൊണ്ടുവന്ന് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിലെ വേദിയിൽ കൊണ്ടുവന്നുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള കടന്നുകയറ്റമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഗവൺമെന്റ് സ്വീകരിച്ച നടപടിക്കെതിരെ വെല്ലുവിളി ഉയർത്തിയ CPM പുരോഗമനവാദികൾ എന്ന് പറഞ്ഞ് ആ വിശ്വാസം മനുഷ്യനെ മയക്കുന്ന, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പ്രചരിപ്പിച്ചവർ, ഓരോ ക്ഷേത്രങ്ങൾ തകരുമ്പോഴും ഈ നാടിന്റെ പുരോഗതി ഉണ്ടാകുമെന്ന് പരസ്യമായി പ്രസംഗിച്ച് നടന്നവർ, നിങ്ങളുടെ നിലപാടിൽ എന്നും ഞങ്ങൾ എതിരായിരുന്നു. ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ വിശ്വാസ പ്രമാണമായ ശരീഅത്ത്, ആ ശരീഅത്ത് മുറുകെ പിടിച്ച് ഒരു ഇസ്ലാം മതത്തിൽ ജനിച്ചു വീണ ഒരാൾക്കും ജീവിക്കാൻ കഴിയുകയുള്ളൂ. അത് അവരുടെ വിശ്വാസ പ്രമാണമാണ്. ആ വിശ്വാസ പ്രമാണത്തെ ഇവിടെ പുനഃസ്ഥാപിക്കാൻ, അത് ശക്തിപ്പെടുത്താനുള്ള നിയമ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോയപ്പോ എന്റെ നാട്ടുകാരനായ KN കുഞ്ഞഹമ്മദ് ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവന്ന് പൊതുവേദിയിൽ വെച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ, പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ പേരിൽ, CPIM-ന്റെ പേരിൽ നിങ്ങൾ കേരളം മുഴുവൻ തെരുവുകളിൽ ശരീഅത്തിനെതിരെ പ്രചരണം നടത്തിയവരല്ലേ നിങ്ങൾ? ശരീഅത്ത് ബില്ല് ഇന്ത്യയുടെ പാർലമെന്റിൽ ശ്രീ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ആ ശരീഅത്ത് ബില്ല് അവിടെ അംഗീകരിക്കുന്നതിന് വേണ്ടി രാവും പകലും ഉറക്കൊഴിഞ്ഞു നിന്ന് ഇന്ത്യയുടെ ജനപ്രതിനിധികൾ ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ശരീഅത്ത് ബില്ല് എന്ന് പറയുന്നത് അംഗീകരിക്കാനുള്ള നടപടി സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ പാർലമെന്റിനകത്ത് അന്നുണ്ടായിരുന്ന CPM-ന്റെ അംഗങ്ങൾ പ്രതിഷേധിക്കുകയായിരുന്നു. നിങ്ങളെന്നും ആ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ്. ഇവിടെ പിണറായി വിജയൻ ഈ ആഗോള അയ്യപ്പ സംഘവുമായിട്ട് മുന്നോട്ട് പോയപ്പം പറഞ്ഞു, ഇനി ഞങ്ങള് ന്യൂനപക്ഷ സംഗമവും കൂടി നടത്താൻ പോവാ. ഇപ്പൊ ഭൂരിപക്ഷത്തെയൊക്കെ തൃപ്തിപ്പെടുത്തി. അപ്പൊ ഇനിയിപ്പോ ന്യൂനപക്ഷ സംഘങ്ങൾക്ക്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായി പ്രയാസം ഉണ്ടായാലോ? അപ്പൊ അതിന് ന്യൂനപക്ഷ സംഗമം നടത്തിക്കോ? അതും പറഞ്ഞല്ലോ പ്രതിപക്ഷ നേതാവ്. നടത്തുന്നതിനൊരു വിരോധവുമില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തെ പൗരന്മാരെ രണ്ടായി വേർതിരിക്കുന്ന പൗരത്വ ഭേദഗതി നിയമമുണ്ടല്ലോ, ആ പൗരത്വ ഭേദഗതി നിയമം ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോ രാജ്യത്ത് ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ വലിയ സമരങ്ങൾ നടന്ന മണ്ണാണ് കേരളം. ആ സമരത്തിൽ ഇവിടെയുള്ള മഹൽ കോർഡിനേഷൻ കമ്മിറ്റികൾ അടക്കം നടത്തിയ സമരങ്ങളുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ നടത്തിയ സമരമുണ്ട്. ഞങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ DCC പ്രസിഡന്റ് പ്രവീൺ കുമാറും അഡ്വക്കേറ്റ് T സിദ്ദീഖും അഡ്വക്കേറ്റ് PM നിയാസും വിനീതനായ ഞാനും അടക്കമുള്ള 57 പേരെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള സമരത്തിൽ PDPP ആക്ട് പ്രകാരം ഒരേ വകുപ്പുകൾ ചുമത്തി കോഴിക്കോട് ജയിലിൽ 57 പേരെ അടച്ചുപൂട്ടിയത് യോഗി ആദിത്യനാഥിന്റെ പോലീസ് അല്ലടോ, ഈ പിണറായി വിജയന്റെ പോലീസാ, നിങ്ങളുടെ പോലീസാ. മഹൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതാക്കൾക്കെതിരെ പോലും കേസെടുത്തത്, ആ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുത്തത് നിങ്ങളുടെ സർക്കാരാ. ഇന്നും കോടതി കയറി ഇറങ്ങുകയാണ് ഈ നാട്ടിലെ ജനങ്ങള്. അതൊക്കെ ഒന്ന് പിൻവലിക്ക്. പിണറായി വിജയന് അതൊന്ന് പിൻവലിക്കട്ടെ. അത് പിൻവലിക്കാൻ അതിനൊന്നും തന്നെ അവർ തയ്യാറല്ല. എന്നാൽ ഇങ്ങനെ സംഗമം നടത്തി അടുത്ത് വരാനിരിക്കുന്ന ഭരണത്തിലേക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുമ്പോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ആ തിരിച്ചടി ഉണ്ടല്ലോ, അത് താങ്ങാൻ കഴിയാത്തതാണ്. ആ അടിയിൽ നിന്നിട്ട് ഇങ്ങോട്ട് പൊങ്ങാൻ കഴിയുന്നില്ല. അതിൽ നിന്ന് ഇങ്ങോട്ട് പൊങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. പക്ഷെ പൊങ്ങാൻ കഴിയില്ല. പൊങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം അത്രമാത്രം ഈ സംസ്ഥാനത്തിന്റെ ഭരണം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ ഹീനമായ നടപടികളുണ്ട്. അപ്പൊ പിന്നെ ആലോചിക്കുന്നത് എന്താ? നമ്മൾക്ക് വലിയ ഒരു ഇനിയിപ്പോ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണം കൂടിയേ ഉള്ളൂ. അടുത്തത് കിട്ടിയാൽ കിട്ടി, അതിനെന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനാണ് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത്. വരുന്ന മുനിസിപ്പൽ, പഞ്ചായത്ത്, കോർപ്പറേഷൻ, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP-യുമായിട്ടുള്ള
രഹസ്യബാന്ധവം ഉണ്ടാക്കുന്ന അന്തർധാര സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ അതിന് ശ്രമിക്കുന്നു എന്നൊന്നും ഞങ്ങൾ ഇവിടെ പറയുന്നില്ല. പക്ഷേ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന BDJS നേതാവ്, NDA എന്ന് പറയുന്ന മുന്നണിയുടെ കൺവീനറാ. ആ തുഷാർ വെള്ളാപ്പള്ളിയുടെ മകൻ അതിനൊരു പാലമായി നിന്നുകൊണ്ട് ഇവിടെ കേരളത്തിൽ അതിന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഡൽഹിയിലേക്ക് പോയാൽ അവിടെ തിരുത തോമസ് എന്ന് പറയുന്ന നമ്മുടെ ഉപ്പും ചോറും തിന്ന് വളർന്ന ഒരു തോമസ് ഉണ്ടല്ലോ, KV തോമസ്, മൂപ്പര് അതിന്റെ പണി അവിടെ എടുത്തുകൊണ്ടിരിക്കുക. നോക്കൂ സഖാക്കളെ, ഡൽഹിയിൽ പോയപ്പോ ആരൊക്കെയായിട്ടാണ് ചർച്ച നടത്തിയത്? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിയമസഭയിൽ ചോദിച്ചു, എന്തായിരുന്നു കേരള ഹൗസിൽ നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന പ്രതിരോധ വകുപ്പ് മന്ത്രിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തിനാണ് പ്രാതലൊരുക്കിയത്? എന്താണ് ആ ചർച്ചയിൽ നടന്നിട്ടുള്ളത്? കേരളത്തിന്റെ വികസനത്തിന് വരാനിരിക്കുന്ന ബഡ്ജറ്റിൽ കേരളത്തിന് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ആ ചർച്ചയിൽ എന്തെങ്കിലും ഉണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ല. എന്താണെന്ന് പുറത്തു വിട്ടിട്ടില്ല. നിർമ്മല സീതാരാമനും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച എന്തിനു വേണ്ടിയാണ്? CPIM മറുപടി പറയണം. കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് മന്ത്രി, സാധാരണ ആഭ്യന്തര വകുപ്പ് മന്ത്രിയല്ല, ഗുജറാത്തിന്റെ മണ്ണിൽ പാവപ്പെട്ട മതന്യൂനപക്ഷങ്ങളെ പെട്ടവരെ കൊന്നൊടുക്കിയ ആ ഫാസിസ്റ്റുകൾക്ക്, ആ കലാപത്തിന് നേതൃത്വം കൊടുത്ത വർഗീയ ഫാസിസ്റ്റായ അമിത്ഷാ എന്ന് പറയുന്ന അതിന്റെ പ്രതിപട്ടികയിലുള്ള ആ ആഭ്യന്തര വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്തിനാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പോയത്? എന്താണ് ചർച്ച നടത്തിയത്? ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ അമിത്ഷായുടെയും എൻഫോഴ്സ്മെന്റിന്റെ ചുമതലയുള്ള നിർമ്മല സീതാരാമനെയുമാണ് പ്രിയപ്പെട്ടവരെ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. ഇവിടെ വികസനത്തെക്കുറിച്ച് എന്തു പറയാനുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ തുക തിട്ടിയത് കഴിഞ്ഞ ഈ ഗവൺമെന്റിന്റെ വാർഷികത്തിന്റെ ഭാഗമായിട്ട് കാസർഗോഡ് മുതൽ അവിടെ നമ്മുടെ ഈ ദേശീയപാതയാണ്. പിണറായി വിജയൻ, പിന്നെ നമ്മുടെ മുഹമ്മദ് റിയാസ്, എന്താ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ഇവരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് ഈ ഓർഡിങ്സുകള്, ഇവരെ യാത്ര ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ യാത്ര അങ്ങോട്ട് അവിടെ എത്തിച്ചേരാനാവുമ്പോഴത്തേക്ക് ഈ ദേശീയപാത മുഴുവൻ ഇടിഞ്ഞു തകർന്നു വീഴുകയാണ്. ദേശീയപാത ഇടിഞ്ഞു തകർന്നു വീഴുന്നതോട് കൂടിയിട്ട് ഇവർ പിന്നെ പറയുന്നത്, ഇത് ഞങ്ങളല്ല ഇതിന്റെ ആളുകൾ. ഈ ഓർഡിങ്സ് വെച്ചവനോട് പറയാ, എങ്ങനെയെങ്കിലും പെട്ടെന്ന് അത് മാറ്റണം. ഓർഡിങ്സ് ഒക്കെ പെട്ടെന്നാ മാറ്റിയത്. പിന്നെ ആ ഓർഡിങ്സ് ഒന്നും പിന്നെ കണ്ടിട്ടില്ല. ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് പോയവർ. ആ ദുരന്തം ഇവിടെ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്താണ് പിണറായി വിജയനും മുഹമ്മദ് റിയാസും, പ്രിയപ്പെട്ടവരെ, നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി, RSSകാരനായിട്ടുള്ള അദ്ദേഹത്തെ സന്ദർശിക്കുന്നത്. നമ്മൾ വിചാരിച്ച എന്തെങ്കിലും ഒരു പരാതി കേരളത്തിന്, ഈ ദേശീയപാത തകർന്നതാണല്ലോ, ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറയാൻ ഒരു പരാതി കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊടുക്കുമെന്നാ പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെ പോയിട്ടതല്ല. അവിടുന്ന് ചായ കുടിക്കുന്നു, അവിടെ ഹസ്തദാനം ചെയ്യുന്നു, അത് കഴിഞ്ഞ് നിതിൻ ഗഡ്കരിക്ക് ഷാളണിയിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ആറന്മുള കണ്ണാടി കൊടുക്കുന്നു, അത് കഴിഞ്ഞ് അവർക്ക് കെട്ടിപ്പിടിക്കുന്നു. ഉപചാരപൂർവമായിട്ടുള്ള എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് പഞ്ചപുഞ്ചമടക്കി ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇങ്ങനെ നിൽക്കുക. മണ്ണാങ്കട്ട ഈ കേരളത്തിന്റെ ദേശീയപാത തകർന്നു വീഴുമ്പോ എന്തേ ഈ മുഖ്യമന്ത്രിയും ഈ മുഹമ്മദ് റിയാസും എന്തേ ഒരു പരാതി കൊടുക്കാൻ പോയില്ല? ഞങ്ങൾ പരാതി കൊടുത്തു എന്ന് പറയണ്ടേ? അതിനല്ല പോയതെല്ലാം ഇപ്പോൾ എന്തിനാണെന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുക. അതാണ് പുറത്തു വന്നത്. 2023 സ്വപ്ന സുരേഷും ശിവശങ്കരനും ഉൾപ്പെടെ നടത്തിയിട്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്തും ഹവാല ഇടപാടുകളും വടക്കാഞ്ചേരിയിൽ റെഡ് ക്രസന്റ് എന്ന് പറയുന്ന UAE സ്ഥാപനം നൽകിയ കോടിക്കണക്കായ രൂപകളും കൊള്ളയടിച്ചതിന്റെ പേരിൽ
ലൈവ് മിഷനിലൂടെ കെട്ടിപ്പൊക്കിയ അഴിമതി നിറഞ്ഞ ആ കെട്ടിടം തകർന്നു വീഴുന്ന ഘട്ടത്തിലെത്തിയപ്പോൾ പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു, കോടികൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ കോടികൾ പോയത് ശിവശങ്കരനിലേക്കും മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിലേക്കുമാണെന്ന് ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. അത് ചോദ്യം ചെയ്യാനാണ് 2023 പിണറായി വിജയന് എൻഫോഴ്സ്മെന്റിന്റെ വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റിന്റെ നോട്ടീസ് വന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് സോണിയാഗാന്ധി രോഗശയ്യയിലായിരിക്കുമ്പോഴാണ് എൻഫോഴ്സ്മെന്റ് അവരെ വിളിച്ചു വരുത്തിയത്. പറഞ്ഞു, അവരുടെ സെക്രട്ടറി വിളിച്ചിട്ട്, മേഡം രോഗശയ്യയിലാണ്, കാത്തിരിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല, അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. രോഗശയ്യയിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീമതി സോണിയാഗാന്ധി എൻഫോഴ്സ്മെന്റിന്റെ മുൻപാകെ ഹാജരായി. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി 50 മണിക്കൂർ ഡൽഹിയിലെ ഇടുങ്ങിയ മുറിയിൽ വെച്ച് ഈ എൻഫോഴ്സ്മെന്റ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ മന്ദഹസിച്ചുകൊണ്ട് മറുപടി പറഞ്ഞ രാഹുലിനോട് എൻഫോഴ്സ്മെന്റിന്റെ ഡയറക്ടറേറ്റിലെ ഉയർന്ന ജീവനക്കാർ ചോദിച്ചു, നിങ്ങൾക്കെങ്ങനെ ഇത് സാധ്യമാകുന്നു? നിങ്ങൾക്കെങ്ങനെ ഇങ്ങനെ മറുപടി പറയാൻ സാധ്യമാകുന്നു? രാഹുൽ ഗാന്ധി നെഞ്ചു വിരിച്ചു നിന്നാണ് പ്രിയപ്പെട്ടവരെ ഈ അധികാര കേന്ദ്രങ്ങളോട് ഈ രാജ്യത്ത് പടപൊരുതുന്നത്. ആ രാഹുൽ ഗാന്ധിയെ വിളിച്ചു വരുത്തി കർണാടകയുടെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് DK ശിവകുമാറിനെ എൻഫോഴ്സ്മെന്റ് വിളിച്ചു വരുത്തി നിരവധി തവണ ചോദ്യം ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ യാത്ര അങ്ങ് കന്യാകുമാരിയുടെ മണ്ണിൽ നിന്ന് ജമ്മു കാശ്മീരിലേക്ക് നടന്നു നീങ്ങിയ യാത്രയുണ്ടല്ലോ, ഭാരത് ഛോഡോ യാത്ര. ആ ഭാരത് ജോഡോ യാത്ര കർണാടകയുടെ ഷിംലയിലെത്തിയപ്പോൾ അവിടെ നിന്നും രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. രാഹുൽ ഗാന്ധി അവിടെ ആ ചോദ്യം ചെയ്യലിന് അതിന് വിധേയനായി. എന്നാൽ 2023 ഈ എൻഫോഴ്സ്മെന്റ് വിവേക് കിരണിന് നൽകിയ ആ ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ കത്ത് കയ്യിൽ കിട്ടിയിട്ടും ഇവിടെ CPM പറയുക അത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. പിണറായി വിജയൻ പറയുക അതൊന്നും അറിഞ്ഞിട്ടില്ല. നോക്കണം നിങ്ങൾ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറുപടി പറയണ്ടേ? എന്തുകൊണ്ട് അവർ മറുപടി പറയുന്നില്ല? അവർ മറുപടി പറയുന്നില്ല എന്നുള്ളത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിലെ RSS BJP ബന്ധവുമായി പിണറായി വിജയന്റെ പാർട്ടി പിണറായി വിജയന് വേണ്ടി മാത്രമുണ്ടാക്കിയ അവിഹിത കൂട്ടുകെട്ടുണ്ടല്ലോ, ആ കൂട്ടുകെട്ടിലൂടെ സംരക്ഷണ വലയം പിണറായി വിജയനും കുടുംബത്തിനും കേന്ദ്ര ഏജൻസികളുടെ മുന്നിൽ തീർത്തിരിക്കുക. കേന്ദ്ര ഏജൻസികളുടെ മുന്നിൽ. അതുകൊണ്ട് അവരെ തൊടാൻ, അവരെ ഇപ്പൊ തൽക്കാലം ചോദ്യം ചെയ്യുവാൻ ഒന്നും തന്നെ ഈ ഗവൺമെന്റ്, മോഡിയുടെ ഗവൺമെന്റ് ഉണ്ടാകില്ല. അതിന് തിരിച്ചിപ്പുറത്തും പ്രത്യുപകാരം. കൊടകര കുഴൽപ്പണ കേസ് എന്താണ്? BJPയുടെ നേതാവ് K സുരേന്ദ്രന്റെ മകനെയും സുരേന്ദ്രന്റെ കയ്യിലും നിന്ന് പിടിച്ചെടുത്ത കോടിക്കണക്കായ കുഴൽപ്പണങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസ സംരക്ഷണ യാത്രയുടെ ആ യാത്രയിലെ അംഗങ്ങൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ജയന്ത്, കേരള പ്രദേശ് രാഷ്ട്രീയ കാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യൻ അവർകൾ ഇവിടെ ഈ നേതാക്കൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങളേവരെയും അവർക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോ K സുരേന്ദ്രനും മകനും ഒക്കെ പെട്ടിരിക്കുന്ന കുഴൽപ്പണ കേസുണ്ട്. അതും ഒത്തുതീർപ്പാക്കിയിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും പരസ്പര ധാരണയോടുകൂടി കേരളത്തിൽ മുന്നോട്ട് പോവുകയാണ്. രണ്ടുപേരും ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയന്റെ പാർട്ടിക്ക് അധികാരത്തിൽ കയറണമെങ്കിൽ BJPയുടെ വോട്ട് വേണം. അതുകൊണ്ട് എല്ലാ പഞ്ചായത്തിലും വാർഡ് പുനഃക്രമീകരണ നടപടി നടത്തിയപ്പോ BJPക്ക് ഓരോ വാർഡുകളും സമ്മാനിച്ചിരിക്കുക. ഓരോ വാർഡും എടുത്തോ. നമ്മുടെ പ്രിയപ്പെട്ട ജയന്ത് അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ നഗരത്തിലെ ചാലപ്പുറം ഡിവിഷൻ അല്ലേ പ്രസിഡന്റ്? ചാലപ്പുറം ഡിവിഷൻ അവിടെ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക്
ഒരു തവണ PM നിയാസ് വിജയിച്ച ഡിവിഷനാണ്. UDF മാത്രമാണ് അവിടെ വിജയിക്കുന്നത്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ. അതിന് വലിയ പ്രത്യേകതയുള്ള ആ ഡിവിഷനാണ്. എന്നാൽ ആ ഡിവിഷനിൽ 4500-ഓളം വരുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരെ അപ്പുറത്ത് നമ്മൾ എന്ത് കളിച്ചാലും ജയിക്കുന്ന കുറ്റിച്ചിറ ഡിവിഷനിലേക്ക് അങ്ങോട്ട് ഉൾപ്പെടുത്തി. ഇത് വാർഡ് പുനഃക്രമീകരണത്തിൽ. അപ്പൊ 4500 വോട്ട് നമ്മുടെ ഡിവിഷന്റെ വോട്ട് അങ്ങോട്ട് പോയതോട് കൂടിയിട്ട് CPM-കാരാ, നീ ആ ഡിവിഷൻ ആർക്കു വേണ്ടിയാ ഉണ്ടാക്കിയത്? കുറ്റിച്ചിറ 13,000-ആയി, ഇപ്പുറത്ത് 4000. ഈ ഡിവിഷൻ ആർക്കു വേണ്ടിയാ? ചാലപ്പുറം ഡിവിഷൻ പ്രിയപ്പെട്ടവരെ BJP-യുടെ മടിത്തട്ടിൽ വെച്ച് കൊടുക്കുന്നു CPM. BJP-ക്ക് സ്വന്തം ജയിക്കാവുന്ന മണ്ഡലം, വാർഡ്. എന്റെ പഞ്ചായത്ത് പെരുമണ്ണ പഞ്ചായത്തിലുണ്ട്, തൊട്ടപ്പുറത്തെ പഞ്ചായത്തിലുണ്ട്. കേരളത്തിലെ ആയിരക്കണക്കിന് പഞ്ചായത്തിൽ ഡീലിമിറ്റേഷൻ നടപടികൾ നടത്തിയപ്പോ ഈ ധാരണയുണ്ടാക്കി ഓരോ വാർഡുകളും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലുമെല്ലാം അധികമായി BJP-ക്ക് കിട്ടുന്ന ആ ഒരു സാഹചര്യം ഈ ഡീലിമിറ്റേഷൻ നടപടിയിലൂടെ സൃഷ്ടിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF പരാജയപ്പെടണം. അവിടെ BJP 2ാം സ്ഥാനക്കാരനായി വന്നാലും പിണറായി വിജയന് സന്തോഷം മാത്രമാണുള്ളത്. ഈ ആയുസ് ഒടുങ്ങുമ്പോഴേക്കും ഈ ഭരണത്തിൽ അള്ളിപ്പിടിച്ചിരിക്കണമെങ്കിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കൂട്ടുകെട്ട് തുടരണം. പ്രിയപ്പെട്ടവരെ, ആ കൂട്ടുകെട്ടിലൂടെ ഈ രാജ്യത്ത്, ഈ കേരളത്തിൽ BJP-ക്ക് പുതിയ നിയമസഭാ സീറ്റുകൾ ഉണ്ടാക്കിക്കൊടുത്ത് തങ്ങൾക്കനുകൂലമായി വീണ്ടും അധികാരം നിലനിർത്താൻ ഉള്ള നടപടികളാണ് ഇവിടെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടുകൂടി അവർ സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ ജനമനസ്സുകളെ വിഭജിക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കപ്പെടുന്ന മുന്നേറ്റമാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്രയിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. ഇന്നലെ കാഞ്ഞങ്ങാട് നിന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ യാത്ര ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ നേതാക്കളും ഞങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് കാഞ്ഞങ്ങാട് ആ സ്വീകരണ യോഗത്തിലേക്ക് തടിച്ചുകൂടിയിട്ടുള്ളത്. ആ യാത്ര അവിടെ നിന്ന് കണ്ണൂരിലേക്ക് കടന്നു വരുമ്പോ റോഡിന്റെ ഇരുവശങ്ങളിലും ഭക്തജനങ്ങൾ, വിശ്വാസികൾ നിൽക്കുന്നു. കണ്ണൂരിൽ നിന്ന് രാത്രി സമയത്ത് ഇരിട്ടി എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്തേക്ക് യാത്ര എത്തിച്ചേർന്നപ്പോ ഇരിട്ടി എന്ന് പറയുന്ന ആ നാടിലെ ആ പ്രധാനപ്പെട്ട നഗരമുണ്ടല്ലോ, അതെല്ലാം നിറഞ്ഞു കവിഞ്ഞ് അവിടേക്ക് വാഹന ഗതാഗതം പോലും കടന്നു പോകാൻ കഴിയാത്ത രീതിയിലേക്ക് അവിടെ ജനസഞ്ചയം ഈ യാത്രയെ സ്വീകരിക്കുവാൻ അവിടേക്ക് എത്തിച്ചേർന്നതാണ് കാണുന്നത്. ഇന്ന് കൽപ്പറ്റയിലാണെങ്കിലും തുടർന്ന് താമരശ്ശേരിയിലാണെങ്കിലും ഇവിടെ ഈ കൊയിലാണ്ടിയിലേക്ക് ഈ വിശ്വാസ സംരക്ഷണ യാത്ര എത്തിച്ചേരുമ്പോഴും ഇവിടെ തടിച്ചുകൂടുന്ന ഈ ജനങ്ങൾ മുഴുവൻ കോൺഗ്രസുകാരാണ് എന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. മറിച്ച് വിശ്വാസികളാണ്. തകരുന്ന ഈ മനസ്സിൽ നിന്നുയരുന്ന നാം എല്ലാമായി നമ്മുടെ മനസ്സിലെ വിങ്ങലുമായി 18ാം പടിയുടെ ആ പടി കയറി ചെന്ന് ഭഗവാനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് നാം ഇരുമുടിക്കെട്ടിലൂടെ അഴിച്ചു വയ്ക്കപ്പെടുന്ന നമ്മുടെ പാപങ്ങളും നമ്മുടെ സങ്കടങ്ങളും അതിന് പരിഹാരമായി നാം 18ാം പടി ഇറങ്ങുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി മാറുന്ന ആ അത്ഭുതം ഏറ്റുവാങ്ങപ്പെടുന്ന ആ സന്നിധിയെ തകർക്കുന്നതിനെ അംഗീകരിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർക്കും കഴിയില്ല എന്നുള്ളതാണ് 2019-ൽ രഹിന ഫാത്തിമയെയും കനകദുർഗയെയും ബിന്ദുവിനെയും പോലീസിന്റെ സാന്നിധ്യത്തിൽ കയറ്റിയപ്പോഴും പിണറായി വിജയന്റെ ഭാര്യ പോലും അവിടേക്ക് കയറാൻ ധൈര്യം കാണിക്കാതെ ഇരുന്നത് അല്ലേ? ഇവരുടെയൊക്കെ ഭാര്യമാര് കയറാൻ തയ്യാറായോ? ഇല്ല. ആരും ഒരു CPM-ന്റെ കൊയിലാണ്ടിയിലെ CPM-ന്റെ പ്രവർത്തകർ കയറാൻ തയ്യാറായോ? CPM-ന്റെ പ്രവർത്തകരുടെ ഭാര്യമാരെ കയറ്റാൻ തയ്യാറായോ? തയ്യാറായില്ല. എല്ലാവരിലും വിശ്വാസമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പാലക്കാട് പ്ലീനത്തിൽ നിങ്ങൾ ഇറക്കിയ ആ മാർഗരേഖയിൽ അന്ന് പറഞ്ഞത് ഗണപതി ഹോമം നടത്തരുത് എന്നാണെങ്കിൽ അത് അതിപൂർവം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇവരൊക്കെ ജനിച്ചു വളർന്ന് വന്നത് കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന ഈ നേതാക്കന്മാർ
ഞാൻ കഴിഞ്ഞ ദിവസം രാജരാജേശ്വര ക്ഷേത്രത്തിൽ പോയി. പ്രിയപ്പെട്ടവരെ, അവിടെ ചെന്നപ്പോ, രാവിലെ ചെന്നപ്പോ അവിടെ സഹോദരിമാരെല്ലാം ക്ഷേത്രത്തിന്റെ അതിൻ്റെ ആ കവാടത്തിന്റെ മുന്നിലുണ്ട്, മതിലിന് പുറത്ത്. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. അപ്പോഴാണ് അവിടെ രാത്രി 7:30 മണിക്ക് ശേഷം മാത്രമേ അവിടെ സഹോദരിമാരായിട്ടുള്ള ഭക്തജനങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ. അതവിടുത്തെ ആചാരമാണ്. അതുവരെ അവിടെ കയറുന്നത് പുരുഷന്മാരാണ്. 7:30 മണിക്ക് ശേഷം രാത്രി 9 മണി വരെ സഹോദരിമാർക്ക് കയറാം. അതവിടുത്തെ ആചാരമാണ്. അങ്ങനെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള ക്ഷേത്രങ്ങൾ എത്രയുണ്ട് അല്ലേ? സഖാക്കൾ ഇപ്പൊ പറയുന്നുണ്ട്, ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കുടുംബത്തിലാണ് ആര്, പറശ്ശിനിക്കടവ് മുത്തപ്പൻ. ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇവര്. ഇനി നോക്കിക്കോളി, സഖാക്കളോട് പറയുക, ഇനി അടുത്തത് നിങ്ങൾക്ക് പിണറായി വിജയൻ തരാൻ പോകുന്ന മാർഗനിർദ്ദേശം, അടുത്ത മണ്ഡലകാലത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഒക്കെ കെട്ടുനിറ പഠിച്ച് നിങ്ങൾ കെട്ടുനിറച്ചു കൊടുക്കണം എന്ന് പറയാൻ നിങ്ങളോട് പോകുക. അതൊക്കെ പഠിക്കാൻ അല്ലേ? മൂപ്പർക്ക് ഇങ്ങനെ ഇരട്ട ഭക്തി, വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ ഇരട്ട ഉപഹാരം കഴിച്ച് ഇരട്ട ഭക്തി വർദ്ധിച്ചവനായി പിണറായി വിജയൻ മാറിയാലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെ, പമ്പയിലും ഗംഗയിലും മുങ്ങിയാലും തീരാത്ത പാപത്തിന്റെ ഉടമയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉടമയാണ്. എത്രയാളുകൾ കണ്ണീർ ചാലുകൾ, എത്രയാളുകളുടെ കണ്ണീരുകൾ ഈ കേരളത്തിൽ വീണിട്ടുണ്ട്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിന്റെ കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കപ്പെട്ട നമ്മുടെ സുധീഷ് എന്ന പ്രവർത്തകൻ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ആ ചെറുപ്പക്കാരനെ മർദ്ദിച്ചത്, ആ ചെറുപ്പക്കാരനെ കൊണ്ടുപോയി പരസ്യമായും പോലീസ് വാനിലിട്ടും പോലീസ് സ്റ്റേഷന്റെ മുറ്റത്തിട്ടും പോലീസ് സ്റ്റേഷനിലിട്ടും മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോ, നാം പുറത്തു കണ്ടപ്പോ, പ്രിയപ്പെട്ടവരെ, നൊന്തു പ്രസവിച്ച അമ്മമാരുടെ ആ അമ്മമാർക്ക് എത്രമാത്രമായിരിക്കും, അത് സുധീഷിന്റെ അമ്മക്ക് മാത്രമല്ല കേരളത്തിലെ അമ്മമാർക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവരെ അവർക്ക് വേദനിച്ചിട്ടുണ്ടാകും എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ആ അമ്മമാർ ഈ കേരളത്തിലെ പിണറായി വിജയന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യുമോ? ഈ പിണറായി വിജയന്റെ സർക്കാരിന് വോട്ട് ചെയ്യുമോ? ആ അമ്മമാർ ഒന്നല്ല പ്രിയപ്പെട്ടവരെ, നിരവധിയായ അമ്മമാർ ഈ കേരളത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഹർഷിന എന്ന് പറയുന്ന സഹോദരി 12 സെന്റിമീറ്റർ നീളത്തിലും 6 സെന്റിമീറ്റർ വീതിയിലുമുള്ള ആർട്ടറി ഫോർസ്പസ് എന്ന് പറയുന്ന പ്രസവ ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന കത്രിക വയറ്റിൽ തുന്നിക്കൊടുത്ത് 6 വർഷക്കാലം ദുരിത ജീവിതം പേറി ഇന്ന് നിത്യരോഗിയായി മാറിയ ആ സഹോദരി സെക്രട്ടേറിയറ്റിന്റെ മുന്നിലിരുന്ന് കരഞ്ഞു. നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ആ സമരം ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഹർഷിനക്ക് വേണ്ട ചികിത്സാ ചിലവുകൾ പൂർണ്ണമായും ഞങ്ങളിതാ പ്രഖ്യാപിക്കുന്നു UDF. ഇന്നലെ കാഞ്ഞങ്ങാട് വെച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്നോട് അവരുടെ അക്കൗണ്ട് നമ്പർ ചോദിക്കുകയും 1 ലക്ഷം രൂപ ഇന്ന് ഹർഷിനക്ക് ചികിത്സക്കായി, അവർക്ക് മുന്തിയ ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടി ഇനീഷ്യൽ പേയ്മെന്റായി ഞാനിതാ നാളെ അയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പോയിട്ടുള്ളത്. UDF അവരോടൊപ്പമാണ്, അതുപോലെയുള്ള പാവപ്പെട്ടവരോടൊപ്പമാണ്. കൈ മുട്ടിനു താഴെ മുറിച്ചു മാറ്റിയ കൊച്ചു ബാലിക, ആ കൊച്ചു ബാലിക വളർന്നു വരുമ്പോ, ആ കുട്ടി വളർന്നു വരുമ്പോ പ്രിയപ്പെട്ടവരെ, ആ കുട്ടിയുടെ അവരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? എന്നിട്ടത് ചെയ്ത ഡോക്ടർമാർ അവർക്ക് ചെറിയൊരു നടപടിയൊക്കെ എടുത്ത് വീണ ജോർജ് അവരോടൊപ്പം നിൽക്കുകയാണ്. ആരോഗ്യ വകുപ്പ് മന്ത്രി കേരളത്തിന് അപമാനകരമായി മാറിയിരിക്കുന്നു. കേരളത്തിലെ ആരോഗ്യ മേഖല പൂർണ്ണമായും തകർന്നിരിക്കുന്നു. കേരളത്തിലെ ആശുപത്രികളിൽ പോയാൽ മരുന്നില്ല, ചികിത്സ ലഭിക്കുന്നില്ല, ഓപ്പറേഷനുകൾ മാറ്റിവെക്കപ്പെടുന്നു. എല്ലാ മേഖലകളിലും തകർച്ച മാത്രം നേരിട്ടുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, മാറ്റമുണ്ടായേ മതിയാവൂ. ആ മാറ്റത്തിന് വേണ്ടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ ഇരിട്ടിയിൽ വെച്ച് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പറഞ്ഞത്, ഇവിടെ മഴ പെയ്യുമെന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ ഈ നടക്കുന്ന മൈതാനത്ത്
ഒരു മുകൾ കൂരയു പോലും ഇല്ലാതെ ഞങ്ങൾ ഇതിട്ടതിന് ശേഷം ഈ വേദി ഇവിടെയുള്ള പ്രവർത്തകർ ഒരുക്കിയതിനു ശേഷം അവർ കരയുകയായിരുന്നു, ഈ പൊതുപരിപാടി പരാജയപ്പെടുമെന്ന്. പക്ഷേ അയ്യപ്പൻ കാത്തിരിക്കുന്നു എന്നാണ് അവിടെ വെച്ച് KPCC പ്രസിഡന്റ് പറഞ്ഞതെങ്കിൽ ഈ കേരളത്തെ കാക്കാൻ, ഈ കേരളത്തിലെ ഈ കള്ളന്മാരെ ജയിലിലടക്കാൻ, പ്രിയപ്പെട്ടവരെ, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും ഈ കാട്ടുകള്ളന്മാരെ, ഈ അമ്പലക്കള്ളന്മാരെ പരാജയപ്പെടുത്താൻ അതിന് കഴിയുന്ന ശക്തി കേരളത്തിലെ ജനങ്ങൾക്ക് പകർന്നു നൽകാൻ ഭഗവാൻ അയ്യപ്പന്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാകും എന്നുള്ളത് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നാം പിന്നോട്ടില്ല, നാം മുന്നോട്ട് പോകുകയാണ്. അതിശക്തമായ സമരമാർഗങ്ങൾ CBI എൻക്വയറി വരെ, കോടതിയുടെ നിരീക്ഷണത്തോടുകൂടി നടക്കുന്നത് വരെ നമ്മുടെ ഈ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടവുമായി നാം മുന്നോട്ട് പോകും. നമ്മുടെ പ്രിയപ്പെട്ട കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ CK മുരളീധരൻ നയിക്കുന്ന യാത്ര ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുകയാണ്. ഈ യാത്രയിലുടനീളം അദ്ദേഹത്തെ അനുധാവനം ചെയ്യുന്ന പ്രിയപ്പെട്ട KPCCയുടെ രാഷ്ട്രീയ കാര്യ സമിതി അംഗം CN സുബ്രഹ്മണ്യൻ അവർകൾ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.